നേരമില്ലാത്ത സമയത്ത് ആര് കിടന്ന് വിളിക്കണം? ഹലോ ഹലോ. ഹലോ, ആര്? വല്യരാജ മുതലാളിയുടെ വീടല്ലേ? അതെ, ഇത് വല്യരാജ മുതലാളിയുടെ വീടാണ്. കാര്യസ്ഥൻ കൊച്ചിരാമനാണ് സംസാരിക്കുന്നത്. ആരാണ്? അതെ, ഈ മുതലാളി ഒരു 101 വീട് പണിത് തരാന്ന് പറഞ്ഞില്ലേ? ആ കാര്യങ്ങൾ എന്തായെന്ന് അറിയാനാണ്. ഓ, മറന്നതല്ല. 101 വീട് പണിയാനുള്ള തറക്കല്ലിന്റെ കല്ലെടുക്കാനായിട്ട് ഞാനും മുതലാളിയും കൂടെ ഇവിടുന്ന് നേരെ പോയി. പോയ വഴിക്ക് മുതലാളിക്ക് ഒരു വയറുവേദന. അയ്യോ, ഹോസ്പിറ്റലിൽ കാണിച്ചു. കാണിച്ചപ്പോ പറഞ്ഞത് മൂത്രത്തിൽ കല്ലെന്നാ. ആണോ? മുതലാളി ആകെ മൊത്തം കൺഫ്യൂഷൻ അടിച്ചിരിക്കുക. എന്തു പറ്റി? അവിടെ ഉള്ള കല്ല് കയറ്റണോ ഇവിടെ ഉള്ള കല്ല് ഇറക്കണോന്ന്. അങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നോണ്ടാണ് കേട്ടോ. ഇല്ലെങ്കിൽ ഇത് ഡിലേ ആവൂലേ, നമ്മൾ സമയത്ത് ചെയ്ത് തരും. പിന്നെ ഒരു കാര്യം ചെയ്യും, ഇത് വച്ച് താമസിപ്പിക്കാൻ നിൽക്കണ്ട, താക്കോൽ ദാനം നടത്തിയേ. വീട് പണിയണേക്കുമ്പോഴോ താക്കോൽ ദാനം? വീട് പണിയതിന് മുമ്പ് താക്കോൽ കൊടുത്തു കഴിഞ്ഞാൽ താക്കോൽ കിട്ടിയ ഒരു ധൈര്യം അവർക്ക് കിട്ടുമല്ലോ. പിന്നെ എപ്പോഴാണെങ്കിലും തുറക്കാവുള്ളതിൽ താക്കോൽ അങ്ങ് കൊടുത്തേരേ. ഓക്കെ, ശരി. ആവശ്യമില്ലാത്ത വള്ളിക്കെട്ടെല്ലാം പിടിച്ച് വയ്ക്കുകയും ചെയ്യും. എന്നാൽ എന്തെങ്കിലും ചെയ്യുമെന്ന് കേട്ടാ അതുമില്ല. 10-30 കൊല്ലമായിട്ട് ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനാ. വേറെ കൊണ്ട് പറയല്ല, എൻ്റെ മുതലാളി ബിസിനസ് മാഗ്നറ്റാ. ഒന്നിനും സമയമില്ലാത്ത കാര്യം കണക്ക് നോക്കിയില്ല. അയ്യോ, കണക്ക് കുരുമുളക് 30 + 14 30 44. പിന്നെ ഇതെല്ലാം ശരിയായാ മതിയായിരുന്നു. മുതലാളി, മുതലാളി, ഒന്നിങ്ങോട്ട് വരുമോ? കണക്ക് നോക്കണ്ടേ? വരാം. വാ. കണക്കെല്ലാം എഴുതിയോ? എഴുതി മുതലാളി. എല്ലാം ക്ലിയർ ആണോ? എല്ലാം ക്ലിയർ ആണ് മുതലാളി. ഏലം പറിച്ചോ? ഏലം പറിച്ചു. കുരുമുളക് പറിച്ചോ? കുരുമുളക് പറിച്ചു. കാപ്പി പറിച്ചോ? കാപ്പി പറിച്ചു. എല്ലാം കൊണ്ടുപോയി കൊടുത്തോ? കൊടുത്തു. കാശ് കിട്ടിയോ? കിട്ടി. എന്നെ എത്ര പറ്റിച്ചു? 1500. കാണിക്കാൻ വേണ്ടി. എടാ, നിനക്കറിയാമോ, എനിക്കിതൊക്കെ നേരിട്ട് നോക്കാൻ അറിയാൻ പാടില്ലാത്തോണ്ടല്ല, പക്ഷെ ഞാനൊരു ബിസിനസ് മാഗ്നറ്റായി പോയില്ലേ. സമയമില്ല. എനിക്കാണെങ്കിൽ ഇന്ന് എത്ര സ്ഥലത്ത് പോകാനറിയാമോ, പക്ഷെ പുറത്തേക്ക് ഇറങ്ങാൻ പേടിയാ. നമ്മളെ വീടിന്റെ അപ്പുറത്തെ ഗീതയുടെ ഭർത്താവ് രാജനുമായിട്ട് ഞാനൊന്ന് ഉടക്കി. ബിസിനസ് മാഗ്നറ്റ് അല്ലേ, ഗീതയുമായിട്ട് ഒട്ടാൻ ശ്രമിച്ചു കാണും. അതുകൊണ്ടായിരിക്കും 10-30 വർഷമായിട്ട് ഈ കാന്തിക പ്രവാഹം ഞാൻ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. അതെ. പിന്നെ 2-3 മാസമായിട്ട് എനിക്ക് ശമ്പളമില്ല. എന്റെ ശമ്പളം ഒന്ന് തരണം. എത്ര കൊല്ലായി നീ ഇവിടെ ജോലിക്ക് വന്നു തുടങ്ങിയിട്ട്? 30 വർഷമായി. ഇതിന്റെ എനിക്ക് ശമ്പളം കിമ്പളം വേറെ, പിന്നെ എന്നെ പറ്റിക്കണ കാശ് വേറെ. 10-25 ലക്ഷം രൂപ നീ ഇപ്പൊ ഇങ്ങോട്ട് തരണം. മുതലാളി, ഇവിടുന്ന് കിട്ടിയതല്ലേ എന്റെ കയ്യിലുള്ളൂ, വേറൊന്നും എന്റെ ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ഇനിയിപ്പൊ നിന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയാലുള്ളൂ എന്റെ കയ്യിൽ. അതുകൊണ്ടാണ് പറഞ്ഞത്, എനിക്കത് വേണം, കിട്ടിയേ തീരൂ. എന്റെ മുതലാളി, എന്റെ ഒന്നുമില്ല. എന്റെ ഉണ്ടെങ്കിൽ തരൂലേ മോനെ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്നാന്നറിയാമോ? അറിയാം മുതലാളി. അത് മറക്കാൻ പറ്റുമോ? മെയ് 3 മുതലാളിയെ ചാന്തേര അവിടുത്തെ തെങ്ങി കെട്ടിയിട്ടടിച്ച ദിവസം. കെട്ടിയിട്ടടിക്കൽ ഡേ അതല്ല, 25 വർഷം മുമ്പ് എന്റെ ഉണ്ണിയെ കാണാതായി. ആ ഉണ്ണിയുടെ പിറന്നാളാണ് ഇന്ന്. പിറന്നാൾ നിങ്ങൾക്കറിയാമോ? അന്ന് തൊട്ട് ഇന്ന് വരെ എല്ലാ പിറന്നാൾ ദിവസവും ഞാൻ കേക്ക് കട്ട് ചെയ്ത് സങ്കടപ്പെടുന്ന. എല്ലാ പിറന്നാളിനും നീ എനിക്ക് സമ്മാനം തരുമായിരുന്നു എന്റെ ഉണ്ണിയുടെ പേരിൽ. ഈ തവണ ഇല്ലേ? ആരാ പറഞ്ഞില്ലെന്ന്? ഉണ്ടോ? ഇത്തവണ ഞാൻ സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. നോക്ക്. ഹായ് ഉണ്ണി, ഹാപ്പി ബർത്ത്ഡേ. പ്രിയമുള്ളവരെ നമസ്കാരം. 25 വർഷത്തിന് മുമ്പ് കാണാതെ പോയ ഉണ്ണിയുടെ ബർത്ത്ഡേ ആണെന്ന്. 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണി, എനിക്കൊരു അപേക്ഷയുണ്ട്. നിൻ്റെ കൊക്കിൽ ജീവനുണ്ടെങ്കിൽ നിൻ്റെ അച്ഛനെ കാണാൻ നീ വരരുത്. അപ്പോൾ 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണി, ഗോഡ് ബ്ലെസ് യു. ആശംസ 1-2 രൂപയല്ല, 1 ലോഡ് കൊപ്രയുടെ പൈസ കൊണ്ടുപോയത്. അപ്പൊ കൊപ്രയുടെ കേസ് ഇന്നത്തെ ഓക്കെ. ഇത് ഇത്തിരി കടുപ്പായി പോയി. എന്താ മുതലാളി? എനിക്കങ്ങ് സങ്കടം. എന്തിന്? എന്റെ ഇത്രയും കാണായ സ്വത്തെല്ലാം അന്യം നിന്ന് പോകും. തന്നെയെല്ലാം മരിച്ചു കഴിഞ്ഞാൽ കർമ്മം ചെയ്യാൻ എനിക്കൊരു കൊച്ചില്ല. ആകെ ഓർമ്മയുണ്ടായിരുന്നത് കാണാതെ ഞാനെന്ത് ചെയ്യും? നമ്മുടെ തൊട്ടപ്പുറത്തെ മോളിയുടെ ആ രാജന്റെ ഒക്കെ മക്കളെ അവര് കൊഞ്ചിക്കണ കാണുമ്പോ എന്റെ ചങ്ക് പൊട്ടുക. ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് മുതലാളി, അവരങ്ങനെ കളിപ്പിക്കുമ്പോ ഇവിടെ ഒരു കൊച്ചുണ്ടായിരുന്നെങ്കിലോ. എന്താ മുതലാളി? മോനെ സ്നേഹിക്കുന്ന പോലെ കൊച്ചു
സംസാരിക്കുന്നത്? പിന്നെ ഞാൻ എങ്ങനെ പറയും? എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുള്ളൂ. നിനക്കറിയാമോ, കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ജോത്സ്യനെ പോയി കണ്ടു. അയാൾ പറഞ്ഞ 25ാമത്തെ വയസ്സിൽ എന്റെ ഉണ്ണിയുടെ കല്യാണം നടന്നില്ലെങ്കിൽ എന്റെ ജീവന് തന്നെ ആപത്താണ്. ഊത്തക്കോടൻ ജോത്സ്യനെ പറഞ്ഞ അച്ചട്ട ജോത്സ്യം വരെ ഓക്കെ, ഊത്തക്കൂടം എടുത്ത് മാറ്റി എന്തൊരു അതല്ലത്. ഇപ്പോൾ നമ്മുടെ ഉണ്ണി എങ്ങനെ ഇരിക്കും എന്നെനിക്ക് കണ്ടുപിടിക്കണം. എനിക്കറിയാം. മുതലാളിയുടെ മനസ്സ് വായിച്ചത് കൊണ്ടാണ് ഇന്ന് വേറെ സർപ്രൈസ് ഉള്ളത്. എന്ത്? 25 വർഷം മുമ്പ് കാണാതെ പോയ ഉണ്ണി എങ്ങനെ ഇരിക്കുമെന്ന് എന്റെ കൂട്ടുകാരൻ വരും, അവൻ വരച്ചു തരും. നടക്കുവോ? നടക്കാത്തെന്താ, ഉഗ്ര വരപ്പുകാരനല്ലേ ഞാൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. പിന്നെ അവൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണോ ഇപ്പൊ നമ്മുടെ ഉണ്ണി ഇരിക്കുന്നത് അതുപോലെ അവൻ വരച്ചു തരും. പറഞ്ഞു തീർന്നില്ലല്ലോ, എന്റെ കൂട്ടുകാരൻ ദേ വരുന്നത്. ഹലോ, പിക്കാസോ. സുഹൃത്തെ, ഞാൻ എന്റെ പേരാണ് പറഞ്ഞത്. എന്റെ പേരെന്ന് പറയുന്നത് വേണു കിളിമാനൂർ, പ്രശസ്ത വരപ്പുകാരനാണ്. കുട്ടി പാട്ടുകാരെ തേടി ടോപ് സിംഗർ ഓഡിഷൻ UAE. 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. എനിക്ക് ഒരു സന്തോഷ വാർത്ത അറിയിക്കാനുണ്ട്. ഈ വർഷത്തെ മികച്ച പടം വരപ്പുകാരനുള്ള അവാർഡ് എനിക്ക് കിട്ടി. 250 രൂപയും പ്രശസ്തി പത്രവും. 250 രൂപയ്ക്ക് കുറഞ്ഞൊരു കോട്ടർ വാങ്ങിച്ചടിച്ചു. പ്രശസ്തി പത്രം ഒരു മാമന് വായിക്കാനും കൊടുത്തു. അളിയ നീ ഇവിടെ പൂച്ച വെച്ചെടുക്കണേ. ഞങ്ങൾ പണ്ട് തൊട്ടേ ഉള്ള സ്നേഹബന്ധമല്ലേ, പെട്ടെന്ന് കണ്ടപ്പോഴത്തേക്ക് പുറത്തോട്ട് വരുന്നില്ല, അതുകൊണ്ടാണ്. അല്ല, നിങ്ങൾ എങ്ങനെ കണക്ഷൻ മനസ്സിലായില്ല? അയ്യോ, എന്റെ ബാല്യകാല സുഹൃത്തല്ലേ, ഇത്ര ഉള്ളപ്പോഴേ ഉള്ള കൂട്ടുകെട്ട്. മുതലാളിക്ക് പിന്നെ മനസ്സിലായില്ലേ? നമ്മൾ ആഴ്ച പതിപ്പിലൊക്കെ വായിക്കുന്ന നോവലില്ലേ, അതിൽ വരുന്ന പടം ഉണ്ടല്ലോ, ഇന്നല്ലേ അന്ന് അതില്ലല്ലോ. അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പടങ്ങൾ മുതലാളി കണ്ടിട്ടില്ലേ? അത് വരച്ചോണ്ടിരുന്ന ആരാ? ഈ പെമ്പിള്ളാരെ പടം. ലേഡീസ് ഹോസ്റ്റൽ എന്ന നോവലിലെ ഗ്ലോറിയ ഫെർണാണ്ടസ് വരച്ചത് ഈ കൈകൾ കൊണ്ടാ. പ്ലീസ് ആ കൈയ്യൊന്ന് തരും. മുത്തം നിങ്ങളുടെ ഈ 1000 കണ്ണുള്ള അമ്മായിയമ്മ എന്ന് പറഞ്ഞ നോവലിലെ ആ സ്റ്റെഫി അങ്ങനെയല്ല, സ്റ്റെഫി അവിടെ വന്ന അമ്മായിയമ്മ ഇടയ്ക്കൊരു വേലക്കാരിയാ വീട്ടിൽ വരും ആ നോവലില്. വേലക്കാരി അങ്ങനെ വേറെ ഒരുപാട് പടങ്ങളുണ്ട്. കൈക്ക് നീളമില്ലാത്തോണ്ട് അവിടെ അങ്ങ് നിർത്തിയത്. പടങ്ങൾ നമ്മൾ വരച്ച എത്ര എല്ലാം എന്റെ സൃഷ്ടിയല്ലേ. അല്ല, ഈ വരപ്പ് നിങ്ങൾ ജന്മനുള്ളതാണോ? ജന്മനെന്ന് പറഞ്ഞാൽ എന്റെ വരപ്പ്, അതായത് എന്റെ വര ആദ്യം കണ്ടെത്തിയത് എന്റെ മുത്തശ്ശനായിരുന്നു. കൊച്ചുനാളിൽ എനിക്ക് 2 വയസ്സുള്ളപ്പോ ഞാൻ ഇങ്ങനെ പറമ്പിൽ കൂടെ തുണിയൊന്നും എടുക്കാതെ ഇങ്ങനെ ഓടുമായിരുന്നു. അപ്പൊ എന്റെ മുത്തശ്ശൻ എന്നെ പിടിച്ചു നിർത്തി എന്റെ അടുത്ത് പറഞ്ഞു, മോനെ നിനക്കൊരു വരയുണ്ട്, നീ അത് ശ്രദ്ധിക്കാതെ പോകരുത്. അങ്ങനെയാണ് എന്റെ കാരണം. മുത്തശ്ശൻ എന്റെ അടുത്ത് പറഞ്ഞു, എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പിടിവാശിയായിരുന്നു. ഈ ഉത്സവപ്പറമ്പിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഏത് സാധനം കിട്ടിക്കഴിഞ്ഞാലും അപ്പുറം വാങ്ങിക്കണം തോന്നും. അപ്പോ എന്റെ മുത്തശ്ശൻ എന്റെ അമ്മയോടും അച്ഛനോടും പറഞ്ഞു, എന്ത് നിങ്ങളെ ഇവൻ വലുതാവുമ്പോൾ വരച്ച വരയിൽ നിർത്തും. ആണ് ഞാൻ വരയിലേക്ക് നേരെ. മുത്തശ്ശനാണ്, മുത്തശ്ശനോട് നന്ദി. പിന്നെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിന്നാ മതിയാ, ഇവനെ കൊണ്ട് വരപ്പിക്കണ്ടേ? വേറൊന്നുമല്ല, മുതലാളിയുടെ ഉണ്ണി ഒന്ന് വരയ്ക്കണം. ഞാൻ പോണ്ടേ? എവിടെ പോണ്ടേ? ശരിയാവൂല, വീട്ടിൽ പട്ടിണിയാണ്, പൈസ ഒന്നും കയ്യിലില്ല. എന്നാലും ഒരു കുഴപ്പമില്ല, ഈ പറഞ്ഞ സാധനം വരയ്ക്കാൻ എനിക്ക് പറ്റില്ല. കണ്ടതാണെങ്കിൽ വരയ്ക്കാം, കാണാത്ത സാധനം വരയ്ക്കാം. ഞാൻ പിന്നെ കാണാതെ പോയ എന്റെ ഉണ്ണിയെ വരയ്ക്കാൻ ഇപ്പോൾ അവനെ എങ്ങനെ ഇരിക്കും എന്ന് ഞങ്ങൾക്കറിയണം. വിളി വരയ്ക്കാം. ഉണ്ണിയുടെ അവൻ കാണാതെ പോയിട്ട് വർഷങ്ങളായി, 25 വർഷം മുമ്പ് കാണാതെ പോയത് അവനെവിടെ വരയ്ക്കാൻ? ഉള്ളിയെ വരയ്ക്കണം. 25 വർഷങ്ങൾക്ക് മുമ്പ് കാണാതായി ഉണ്ണി ഇപ്പൊ എങ്ങനെ ഇരിക്കണം നിങ്ങൾക്ക് അറിയണം. അത്രയേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എനിക്ക് ഉത്തരം തരണം. ഓക്കെ? കൃത്യം നടക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു? അമ്പലപ്പറമ്പിൽ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? ആ സമയത്ത് നിങ്ങൾ ഏത് വസ്ത്രമാണ് ധരിച്ചിരുന്നത് പറയൂ. വർഷങ്ങൾക്ക് മുമ്പുള്ള ഇതൊക്കെ ഇപ്പൊ ആരും ഓർത്ത് വെക്കാൻ പോകുന്നു. ഓക്കെ, പാലസ്തീൻ ഇസ്രായേൽ ബന്ധത്തിന്റെ വലിയൊരു വഴിത്തിരിവായിരുന്നല്ലോ ഈയിടെ ഗാസിൽ നിന്നുണ്ടായ ഇസ്രായേലിന്റെ പിന്മാറ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക്
നിഷേധിക്കാൻ കഴിയോ? കഴിയോ 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 കഴിയോ? കാലത്ത് തന്നെ ഏതാണ്ട് പുകയടിച്ച് കിളിയെല്ലാം പറഞ്ഞ് പണ കപ്പച്ചക്കാന്നാണ് നീ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഒരിക്കലും കഴിയില്ല. അതെന്നാ? വെറും വയറ്റ് ഒരെണ്ണം പുകച്ച് അട്ടി കലക്കി. പിന്നെ ഒരു കാര്യം ചെയ്യാം, പഠിച്ചാൽ നമുക്ക്. ഞാൻ പറയണ കാര്യങ്ങൾ അതേപോലെ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം കേട്ടോ. ഞാൻ സെറ്റ് ചെയ്ത് തരാം. വിഷമിക്കാതെ വേണ്ട, എനിക്ക് സഹായം വേണം. ഇത് വരച്ച് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾ ചെറുക്കൻ അതേപോലെ ഇരിക്കും കേട്ടോ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പെട്ടെന്ന് കണ്ടെത്താം. ആദ്യം എന്ന് പറഞ്ഞാൽ ഈ ഉണ്ണിയുടെ കണ്ണ് എങ്ങനെ? അതൊക്കെ ഇനി അടുത്ത പുരിക എങ്ങനെ? മയിൽപീലി പുരികം. അത് ഓക്കെയാണ്. മയിൽപീലി പുരികം ഏതാണ്ടൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി മൂക്ക് ജാമ്പയ്ക്ക മുക്ക് പെട്ടെന്ന് വരയ്ക്കാൻ പറ്റും. അത് സെറ്റായി. ഇനി അടുത്ത സംഭവങ്ങൾ ഓരോരോ സംഭവങ്ങൾ പറയും. എനിക്ക് ഫ്രിഡ്ജിൽ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചുണ്ട് എങ്ങനെ ഇരിക്കും ഉണ്ണീരാം? ഉണ്ണിയുടെ തന്ത പറഞ്ഞു കൊടുക്കണ ചുണ്ടെന്ന് വെച്ചാ നല്ല പഞ്ഞി പോലെ ഇരിക്കും. കുഞ്ഞു ചുണ്ട് കുഞ്ഞിക്കവിൽ മേഘമേ. പിന്നെ അവന്റെ ഇടത് തൊടയിലെ ഒരു മറുകെട്ട്. സുഹൃത്തെ, തൊട വരെയൊന്നും ഞാൻ വരയ്ക്കൂല. ബോർഡ് കട്ട് ചെയ്യും. ഏതാണ്ട് ഇത്ര വരെ വരയ്ക്കത്തുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കുന്നു. അറിവില്ലായ്മ പറഞ്ഞിട്ട് ഞാൻ വരച്ചോളും. ഉണ്ണി നന്നായിട്ട് പാട്ട് പാടും കേട്ടോ. അതാവുമ്പോ അതിനകത്ത് കിട്ടുകയും ചെയ്യും. രണ്ടെണ്ണം മണ്ടന്മാരാണ് ഓരോ കാര്യങ്ങൾ. പിന്നെ പറഞ്ഞ ഉണ്ണി പറയാമോ? പറഞ്ഞോ. കിടന്നു മുള്ളുവായിരുന്നു. അത് വരയ്ക്കാൻ പറ്റും. റാ വരച്ചങ്ങ് വെച്ചാൽ സെറ്റാണ് കേട്ടോ. ഒരുവിധം സംഭവം നമ്മളെ ഉണ്ണി ഒരുവിധം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി കാണിക്കാൻ പോകുന്നതാണ് നിങ്ങളുടെ ഉണ്ണി. അപ്പൊ ഉണ്ണീനെ നമുക്ക് കാണണ്ടേ? ഓക്കെ, ഞാൻ കാണിക്കാം. ഉണ്ണി ഇതാണ് നിങ്ങളുടെ ഉണ്ണി, ജീവിച്ചിരിക്കുന്ന ഉണ്ണി. ആയിരിക്കുന്നതേ ഉണ്ണി. ഇത് നീയല്ലടാ. നീ നിന്നെ തന്നെ വരച്ചു വെച്ചു. സുഹൃത്തെ, ജീവിക്കാൻ വേറെ നിവർത്തിയൊന്നുമില്ല. ഇവിടെ എങ്ങനെ തട്ടിമുട്ടി നിന്ന് കഴിഞ്ഞാൽ ഉള്ള ചില്ലറ ഒപ്പിച്ചോണ്ട് പോവാം. നീയും കൂടെ എന്റെ കൂടെ നിന്നോ. ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ഉണ്ണി? 30 വർഷമായിട്ട് ഞാൻ ഇവിടെ ഞാൻ സമ്മതിക്കില്ല. ചുമ്മാ കള്ളത്തരം കാണിക്കാം. നീ ഉണ്ണിയെ വരയ്ക്കാൻ ഉണ്ണിയെ വരയ്ക്കണം. നീ നിന്നെ വരച്ചു വെച്ചത്. എടാ, ഉള്ള ചില്ലറ നിനക്കും തരാടാ. പിന്നെ നമുക്ക് 3 പേർക്ക് കൂടെ സുഖമായിട്ട് ജീവിച്ചു. ഇത് നീ തീക്കൊള്ളി കൊണ്ടാണ് തല പറയുന്നത്. ധൈര്യമായിട്ട് ഞാൻ ഉണ്ടെന്ന് ഇവിടെ കാണാം. നീ ഒന്ന് കണ്ണടച്ചാൽ മതി, തീരാന്ന് വിഷയമുള്ളൂ. കൊണ്ട് കാണിച്ചു ഉണ്ണി. സംശയമൊന്നും ഇല്ലെങ്കിൽ അത് തന്നെ. ഉണ്ണി, you are my son. You are my son. Oh my son. കാലിക്കിടന്ന് പിടിക്കണം. ഉണ്ണി 25 വർഷമായിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് ദൈവം കേട്ടു. എന്റെ മോനെ പിറന്നാൾ ദിവസം തന്നെ ദൈവം എനിക്ക് കൊണ്ടുതന്നു. മോനെ, ഈ പിറന്നാൾ സമ്മാനമായിട്ട് അച്ഛനിതാതെ ഇത് നിന്നെ ഏൽപ്പിക്കുന്ന പോലെ. ആവശ്യമില്ലായിരുന്നു, കുഴപ്പമില്ല. ഈ സ്വത്ത് നിന്റെ സ്വന്തമാണിത്. നീ വേണം ഇത് നോക്കാൻ. ഈ കണ്ട സ്വത്ത് മൊത്തം എനിക്ക് തന്നു കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് എന്തേലും ചെയ്യായി? സ്വത്തല്ല, 12 കോടി രൂപയുടെ കടബാധ്യത എല്ലാവരും ചെയ്തു വെച്ചിട്ട് മൊത്തം നീ കൊടുത്ത് തീർക്കണം. പടം വരച്ച് ജീവിച്ചാൽ മതിയായിരുന്നു.